ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഹെയർ കെയർ പാക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻറ്റ്, ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ കെയർ പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമേ ഞാൻ കുറച്ച് ഉലുവയാണ് എടുക്കുന്നത്. നമ്മുടെ മുടിയുടെ ലെങ്തിനനുസരിച്ചിട്ടുള്ള അത്രയും ഉലുവ നമുക്കെടുക്കാം. അത് ഇന്നത്തേനാണ് പാക്ക് ചെയ്യുന്നതെങ്കിൽ തലേന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ട് വെക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ അന്ന് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അതേ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഈ ഉലുവയുടെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലുള്ള അഴുക്കും മറ്റ് താരനും കാര്യങ്ങളൊക്കെ അകറ്റി നമ്മുടെ മുടി ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഉലുവ. പിന്നെ എല്ലാവർക്കും ഈ ഉലുവ പിടിക്കണമെന്നില്ല. നമ്മുടെ ഹെയറിന് എന്താണ് സ്യൂട്ടാവുന്നത് അത് നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടുന്നത്. ചിലർക്ക് സവാള ആയിരിക്കും പിടിക്കുന്നത്, ചിലർക്ക് ഉലുവയായിരിക്കും. എനിക്ക് സവാള പറ്റത്തില്ല കേട്ടോ. സവാള ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ തലവേദന വരും. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഉള്ള എല്ലാത്തിനകത്തും ഈ ഉലുവ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അതേ നമ്മൾ 5-6 മണിക്കൂർ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഉലുവയാണിത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് വേണ്ടുന്നത് ചെമ്പരത്തി പൂവാണ്. ചുവപ്പ് ചെമ്പരത്തിപ്പൂ തന്നെ വേണം കേട്ടോ. ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. നല്ല തിളക്കം തരും. നല്ല ഫ്രിസി ആയിട്ടുള്ള ചകിരി പോലൊക്കെയുള്ള മുടിയൊക്കെ ഒന്ന് ഒതുങ്ങി നല്ല സോഫ്റ്റ് ആക്കാൻ സഹായിക്കുന്ന ഒന്നാണിത്. എൻ്റെ മുടി പണ്ട് നല്ല ചകിരി പോലെ ഇരുന്നതാണ്. ഞാൻ ഈ ചെമ്പരത്തി ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ മുടി നല്ല സോഫ്റ്റായിട്ട് വന്നത്. പിന്നെ നല്ല തിളക്കം തരും കേട്ടോ. അപ്പം ചെമ്പരത്തിയുടെ ആ ഒരു പച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് മാത്രമാണ് ഞാൻ എടുത്ത് കളയുന്നത്. ബാക്കി അത് മൊത്തത്തോടു കൂടിയിട്ടാണ് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എത്ര പൂ എടുക്കുന്നോ അത്രയും നല്ലതാണ്. അങ്ങനെ ദയണ്ട് ഞാനതും ആ ഉലുവയും കൂടി ഇട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് മാത്രം മതി. അപ്പം എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു 20 മിനിറ്റോളം ഗ്യാസിൽ വെച്ച് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് അതൊന്ന് കുറുക്കിയെടുക്കണം. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ അത് ഒരു 1/2 ഗ്ലാസ് ആകുന്നത് വരെയും നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം ഗ്യാസിൽ വെച്ചിട്ട്. പിന്നെ ഞാൻ വെള്ളം ആ ജാറിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനകത്ത് ബാക്കി ഉണ്ടായിരുന്നതും കൂടി കഴുകിയെടുത്ത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിത് ഗ്യാസിനകത്ത് വെച്ചിട്ടുണ്ട്. അകത്ത് വെച്ചിട്ട് എടുക്കുന്നതുകൊണ്ട് നല്ല ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. ലൈറ്റിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. അങ്ങനെ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് അതൊന്ന് കുറുകി അതൊരു ജെല്ല് പരുവാകുന്നത് വരെയും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം 20 മിനിറ്റോളം എടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ പാക്ക് നല്ല രീതിയിൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് അതൊന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പാക്ക് അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇത് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ എടുത്ത് തേക്കരുത്. അത് കുറച്ച് നേരം ആറാൻ വെക്കാം. അത് ആറുമ്പോഴത്തേനും നമുക്ക് അടുത്തൊരു സാധനം വേണം. അതും കൂടി നമുക്ക് സെറ്റാക്കാം. അടുത്തത് കറ്റാർവാഴയാണ്. ഇത് ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരെണ്ണം മൊത്തത്തിലെടുക്കുന്നത്. വലുതാണെങ്കിൽ പകുതി ഭാഗം മതിയാകും. ഇത് നമ്മുടെ മുടിയിലുള്ള മോയ്സ്ചർ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. നല്ല ചകിരി പോലുള്ള മുടിയൊക്കെ ആണെങ്കിൽ ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ ഇതും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കറ്റാർവാഴ. അതുപോലെ എടുത്ത് ഒരിക്കലും തലയിൽ തേക്കരുത്. അതിൻ്റെ ഒരു മഞ്ഞക്കറയുണ്ട്. അത് ചിലർക്ക് ഇച്ചിങ് ഉണ്ടാക്കും. അപ്പം അത് കുറച്ച് നേരം വെള്ളത്തിനകത്തിട്ട് വെച്ചേക്കണം. ഒരു 10-15 മിനിറ്റ് കട്ട് ചെയ്തിട്ട് അതൊന്ന് വെള്ളത്തിനകത്തിട്ട് വെച്ചേക്കണം. വെള്ളത്തിനകത്തിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു തോലുണ്ടല്ലോ, ആ തോല് ചെത്തിക്കളയുക. ആ ഒരു മുള്ളു പോലുള്ളതും ഒരു പച്ച കളറുള്ള ആ ഭാഗമെല്ലാം ചെത്തിക്കളഞ്ഞ് അതിൻ്റെ ഉള്ളിലൊരു ജെല്ലുണ്ട്. ആ ജെല്ല് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ ജെല്ല് മാത്രം എടുക്കുക. ബാക്കിയൊന്നും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ല. അതുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ ചെത്തിക്കളഞ്ഞ് കണ്ടില്ലേ, ഈ ഒരു വെള്ള ഭാഗം മാത്രം മതി നമുക്ക്. അത് മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതും ഒന്ന് നല്ല രീതിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ജ്യൂസ് നമുക്ക് വേണം. അപ്പം ഞാനതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ അത് നല്ല വൃത്തിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പതഞ്ഞ് വരണം. എന്നിട്ട് അടുത്തതായിട്ടൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്കൊരു ഷാളോ എന്തെങ്കിലും ഒന്ന് തുണി വിരിച്ചെടുക്കുക. നമുക്കിത് പാക്കിനെ അരിച്ചെടുക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പാക്ക് ഇപ്പോൾ നല്ല വൃത്തിക്ക് ആറിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഈ തുണിയിലേക്ക് തട്ടിയിടുക. കണ്ടോ നല്ല രീതിയിൽ കുറുകി വന്നേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പരുവം. എന്നിട്ട് നമ്മളൊരു തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ജെല്ല് മാത്രം മതി നമുക്ക്. ഈ സാധനം വേണ്ട. അപ്പം നമുക്കതിൻ്റെ ജെല്ലൊന്ന് എടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തുകൊണ്ട് മാത്രം ഹെയർ ഫോൾ കുറയണമെന്നില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ
കാരണമായിട്ടും ഹെയർ ഫോൾസ് ഉണ്ടാകും. ഉദാഹരണത്തിന് PCOD, ഷുഗർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവർക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാകും. അപ്പം നമ്മുടെ ഹെയർ ഫോളിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ പാക്ക് ഉപയോഗിക്കാവൂ. അല്ലാതെ ഇത് തേച്ചുകൊണ്ട് മാത്രം ഹെയർ ഫോൾ കുറയണമെന്നില്ല. പിന്നെ ഏതൊരു സാധനം നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുമ്പോഴും അത് നമുക്ക് സ്യൂട്ടാണോ എന്ന് ഉള്ളത് കണ്ടെത്തണം. അല്ലാതെ നമ്മളിത് തേക്കുമ്പോൾ ഒരുപാട് ഹെയർ ഫോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതായത് ഒരു 2 ആഴ്ച വരെയും നമ്മൾ ഈ പാക്ക് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നമ്മുടെ ഹെയർ ഫോൾ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഇത് സ്റ്റോപ്പ് ആക്കുക. കാരണം അത് നമ്മുടെ മുടിക്ക് ചേരുന്നതായിരിക്കത്തില്ല. എല്ലാ സാധനങ്ങളും എല്ലാവർക്കും ചേരണമെന്നില്ല. നമ്മുടെ മുടിക്ക് എന്താണ് ചേരുന്നത് അത് നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും ഒക്കെ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാകാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ശരീരത്തിന് ഇല്ലെങ്കിലും ഹെയർ ഫോൾ ഉണ്ടാകാം. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇതുകൂടി ചെയ്യാൻ. ഈ പാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഫോൾ നന്നായിട്ട് കുറയ്ക്കും. മറ്റ് ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഉള്ള ഹെയർ ഫോൾ ആണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടി നല്ല ഹെൽത്തി ആവും, ഹെയർ ഫോൾ കുറയ്ക്കും, ബേബി ഹെയർസ് നല്ല രീതിയിൽ വരും. എനിക്ക് ഇത് ഉപയോഗിച്ചപ്പം നല്ല മാറ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പാക്ക് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കറ്റാർവാഴ ജെല്ലുണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കുക. അപ്പം വേണ്ടി നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ ജട അഥവാ ഉടക്ക് നല്ല രീതിയിൽ എടുക്കണം. നല്ല രീതിയിൽ ഉടക്കെടുത്ത് ആവശ്യത്തിന് എണ്ണ, ഒരുപാട് പേർക്ക് ഒരു തേക്കരുത്. ആവശ്യത്തിന് സ്കാൽപ്പിലും മുടിയിലും കുറച്ച് എണ്ണ തേച്ച് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കൂ. കുറച്ച് എണ്ണ എടുത്ത് സ്കാൽപ്പിലും നല്ല രീതിയിൽ മസാജ് ചെയ്യണം. ഇത് തേച്ചതിന് ശേഷം മസാജ് ചെയ്യാൻ നിന്നാൽ പറ്റത്തില്ല. കാരണം ഇച്ചിരി കട്ടിയുള്ള ഹെയർ പാക്കാണ്. അതുകൊണ്ട് മസാജ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് ഒരു 5 മിനിറ്റ് മുൻപ് നല്ല രീതിയിൽ തലയിൽ എണ്ണ തേച്ച് മസാജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. എന്നിട്ട് വേണം ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. മുടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ച് മുടിയിലേക്കും തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും സ്കാൽപ്പിലാണ് നല്ല രീതിയിൽ തേച്ച് കൊടുക്കേണ്ടുന്നത്. അപ്പം നമ്മുടെ ബേബി ഹെയർസൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ ഇത് സഹായിക്കും. ഇത് ആഴ്ചയിൽ 2 വട്ടം ആണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. അതായത് 6 ദിവസം കൂടുമ്പോഴാണ് ഞാനിത് തേച്ച് കൊടുക്കുന്നത്. നിങ്ങളിത് 2 ആഴ്ച കറക്റ്റായിട്ട്, അതായത് ആഴ്ചയിൽ 2 വട്ടം വെച്ച് തേച്ചിട്ട് ഹെയർ ഫോൾ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അതെല്ലാം ഹെയർ ഫോൾ കുറയുന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഹെയർ ഗ്രോത്തിൻ്റെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എനിക്കറിയാവുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ അതേ മുടിയിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് മുടിയൊന്ന് കെട്ടി വെച്ച് ഒരു 20 മിനിറ്റിന് ശേഷം നോർമൽ വാഷാണ് കേട്ടോ ചെയ്യേണ്ടത്. ഒരിക്കലും ഷാമ്പു ഇട്ടത് കഴുകിക്കളയരുത്. ഇത് നോർമൽ വാഷ് ചെയ്താൽ മതി. അപ്പം തന്നെ മുടിയിൽ നിന്ന് പൊക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.